ഗൂഗിൾ കൊടുക്കുന്ന മറുപടിയൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്, ഓരോ സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ ആ മാഷ് പറഞ്ഞു അതൊന്നുമല്ല. ആഫ്രിക്കയിലെ സ്വർണ്ണഖനികൾ അല്ല, അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ അതുമല്ല. എന്ത് പറഞ്ഞാലും ഇയാൾ സമ്മതിക്കില്ല. പിന്നെ ഏതാണ് ശരീരത്തരെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ്, കബറിടങ്ങളാണ്. അതിൻ്റെ കാരണമാണ് അദ്ദേഹം പറയുന്നത്. എഴുതപ്പെടാതെ പോയ എത്ര കവിതകളും കഥകളും നോവലുകളുമാണ് ആ കിടന്നുറങ്ങുന്നത്. രചിക്കപ്പെടാതെ പോയ എത്ര ഇതിഹാസങ്ങളാണ് ആ മണ്ണിനിടയിൽ മറഞ്ഞു കിടക്കുന്നത്. പറയാതെ പോയ എത്ര സ്നേഹബന്ധങ്ങളാണ് ആ മണ്ണിനിടയിൽ ഉറങ്ങിക്കിടക്കുന്നത്. ചേർത്ത് പിടിക്കാതെ പോയ എത്ര ആലിംഗനങ്ങളും പകരാതെ പോയ എത്ര ചുംബനങ്ങളുമാണ് ആ മണ്ണിനിടയിൽ മുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് അതാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഗുരു പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഈ നിമിഷം ജീവിക്കുക. ഇതാണ് നമ്മളെ കയ്യിലുള്ളത്. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട്, ആരാണോ നമ്മുടെ കൂടെയുള്ളത് അവരോടൊപ്പം, എവിടെയാണോ നമ്മളുള്ളത് അവിടെ വെച്ചിട്ട് ഈ ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ ഒരാൾക്ക് സാധിക്കുക എന്നുള്ളത്. നമ്മളെങ്ങനെയാണോ അങ്ങനെ നമ്മളെ സ്നേഹിക്കണം. ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ. ഓരോരുത്തർക്കനുസരിച്ച് എനിക്ക് മാറാനൊന്നും പറ്റില്ല. ഞാൻ ഇങ്ങനെയാണ് എന്നത് ഉൾക്കൊണ്ട് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നവരാരാണോ അവരെ എനിക്ക് ആവശ്യമുള്ളൂ. ഇതായിരിക്കണം ഓരോ ആളുടെയും മനസ്സിലുണ്ടാകേണ്ട ആത്മബോധം. അവനെ സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് ഈ ലോകത്തെ തന്നെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മളിങ്ങനെ തോൽക്കാതെ നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഇടർച്ചകളിൽ വീണുരുണ്ട് ഈ ജീവിതത്തെ തന്നെ മടുത്ത് ഈ കളിക്കളം വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് 2 കാര്യങ്ങളാണ് പറയുള്ളത്. ഒന്ന്, നിങ്ങളെ അഗാധമായി സ്നേഹിക്കുക. രണ്ടാമത് പറയാനുള്ളത്, നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുകയും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ആ സന്തോഷം ഇങ്ങനെ പകർന്നു കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ഒരു മിഷൻ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിൻ്റെ ഉടമയായിരുന്നൊരു മനുഷ്യനുണ്ട്. അവിടുത്തെ ഏറ്റവും തിരക്ക് പിടിച്ച വക്കീലായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഓഫീസ് ഇന്നും അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ എഴുതിയ വലിയൊരു കെട്ടിടമായിരുന്നു. അത്രയും തിരക്ക് പിടിച്ച ജോലികളും അത്രയും തിരക്ക് പിടിച്ച കേസുകളും അത്രയേറെ പണവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ഒരു നിമിഷം ആലോചിക്കുകയാണ്, ഞാൻ ഈ ലോകത്തേക്ക് വന്നത് വക്കീലായിട്ട് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല, എൻ്റെ നാട്ടുകാരവിടെ നരകിക്കുകയാണ്. ആ ഒരൊറ്റ ചിന്തയിൽ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വന്നു. 1915 ജനുവരി 7 ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്നൊരു കപ്പലിൽ ഇങ്ങോട്ട് കയറി വന്ന് അപ്പോളോ ബന്ദറിൽ വണ്ടി ഇറങ്ങുന്നത് 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ആ മനുഷ്യൻ വന്നിട്ട് കപ്പൽ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഗാന്ധിജിയെ കിട്ടില്ല. ഇതാണ് ഒരു മനുഷ്യൻ്റെ കോളിംഗ്. അയാൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് അല്ലേ? ആ മനുഷ്യൻ ആലോചിച്ചത് മുഴുവനും പാവപ്പെട്ടവരെ കുറിച്ചായിരുന്നു. ഈ വലിയ മനുഷ്യന്മാരൊക്കെ എപ്പോഴും ആലോചിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു. വലിയ മനുഷ്യന്മാരെ എപ്പോഴും ആലോചിച്ചത് ചെറിയ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വികസിപ്പിക്കുക. നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങളുടെ വായന കൊണ്ട് നിങ്ങളുടെ ഈ വൈഭവത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. മെക്സിക്കോയിലെ ഒരു ആദിവാസി സമൂഹമുണ്ട്. അവിടുത്തെ നേതാവിനോട് ഒരു എഴുത്തുകാരൻ നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ എഴുത്തുകാരൻ്റെ പേര് ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് എന്നാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്താ? അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, 100 Years of Solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ. മരിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കണേ. അത്രയും മനോഹരമായ പുസ്തകമാണത്. അത്രയും മനോഹരമായ പുസ്തകമാണ്. ഈ മാർക്വേസ് ആ ആദിവാസി നേതാവിനോട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന, ആ ആദിവാസി നേതാവിൻ്റെ പേര് മാർക്കോസ് എന്നാണ് കേട്ടോ. ആ നേതാവ് ആ ആദിവാസി സമൂഹം ധാരാളം വായിക്കുന്ന ആളുകളാണ്, ധാരാളമായി വായിക്കുന്ന ആളുകൾ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് വായിക്കാൻ സമയം കണ്ടെത്തുന്നത്? ഇത്രയും ജോലികളുണ്ട്, നമ്മളെപ്പോലെ നാഗരിക സമൂഹത്തിൻ്റെതായ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നിട്ടും വായിക്കാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയോ? ഒരു പട്ടാളക്കാരൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അയാളുടെ ആയുധം ഇങ്ങനെ
തേച്ചു മിനുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് വാക്കുകളാണ്. ആ വാക്കുകൾ ശേഖരിക്കാനുള്ള ആയുധപ്പുരകളാണ് പുസ്തകങ്ങൾ. ഒരു അഴീക്കോട് മാഷ് പറയുന്നുണ്ട്, വാക്കുകളാണ് എൻ്റെ പട്ടാളം. വാക്കുകൾക്ക് വല്ലാത്തൊരു ജ്വാലയുണ്ട്. നമ്മളൊരു കമ്പ് ഇങ്ങനെ കത്തിച്ചിട്ട് ആ കമ്പ് ഒരു വിറകിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടാൽ ആളി കത്താൻ തുടങ്ങും അല്ലേ? നമ്മൾ കത്തിക്കാൻ ഉപയോഗിച്ച കമ്പോ അത് കത്തി തീർന്നിട്ടുണ്ടാവും. ഈ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് വാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതി വെക്കുന്നൊരു കാര്യം, നിങ്ങൾ പറഞ്ഞു വെക്കുന്നൊരു ആശയം, നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായാലും ആ ആശയം ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. കത്തിത്തീരാൻ ഉപയോഗിച്ച കമ്പ് കത്തിത്തീർന്നാലും തീ പടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞത് ഞാനല്ല, വിജയൻ മാഷാണ്. MN വിജയൻ എന്ന് പറഞ്ഞുള്ള എഴുത്തുകാരനാണ്. ഇതുപോലെയാണ് വാക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അക്ഷരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് അക്ഷരം എന്ന് പറഞ്ഞാൽ? ക്ഷരം ബാധിക്കാത്തത് എന്നാണ്, നശിക്കാത്തത് എന്നാണ്. അക്ഷരത്തിന് അങ്ങനെ ഒരു പവറുണ്ട്. ഒരാളുടെ ഉള്ളിലിങ്ങനെ അത് പടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ അടുത്തൊരു പുസ്തകം വായിച്ചു ഇന്നലെ. ആ പുസ്തകത്തിലുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ഈ ചിലിയിലൊരു ദ്വീപുണ്ട്. ചിലി കേട്ടില്ലേ? ചിലിയിലൊരു ദ്വീപുണ്ട്. കുനിയിൽക്കാരെന്തായാലും ചിലി കേൾക്കും അല്ലേ? കാരണം ഈ ഫുട്ബോളായിട്ട് മാത്രം കേൾക്കുന്ന നമ്മുടെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് ചിലി. ഫുട്ബോളിന് വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലാൻ പോലും പ്രശ്നമില്ല എന്ന് തെളിയിച്ചിട്ടുള്ളൊരു നാട് കൂടിയാണ് നമ്മുടെ കുനി. അവിടെ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല അതിൽ അല്ലേ? ഒരു സ്റ്റേഡിയത്തിൽ എന്താണ് ഒരു കളിയുടെ പേരിലല്ലേ ഇവിടെ ഒരു കൊലപാതകമൊക്കെ കാണുന്നത്? കളിയല്ലാതായി. അതാണ് കളിയല്ലാതാവുമ്പോൾ അത് കാര്യമായി. പിന്നെ ആ കളിയിൽ രസമില്ലാതായി. അപ്പോൾ ഈ ചിലിയിലൊരു ഒരു മരുഭൂമി ഉണ്ട് കേട്ടോ. ആ മരുഭൂമിയുടെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അറ്റാക്കാമ എന്നാണ് ആ മരുഭൂമിയുടെ പേര്. ഈ മരുഭൂമി എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണങ്ങിക്കിടക്കുകയാണ്. എത്രയോ ഡിഗ്രി ചൂടിൽ കിടക്കുക. എത്രയോ കാലമായി മഴ പെയ്തിട്ടില്ല. 2017 മഴ പെയ്തു. അപ്പം എന്താ സംഭവിച്ചതെന്നറിയാം നിങ്ങൾ? ആ ഒരൊറ്റ മഴ കൊണ്ട് 3-4 ദിവസങ്ങളുടെ ഉള്ളിൽ ആ മരുഭൂമി നിറയെ പൂക്കൾ. ആ മരുഭൂമി മുഴുവനും പൂക്കൾ. ഒരേ നിറമല്ല, 1000 നിറങ്ങളുള്ള പൂക്കൾ. എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളതെന്നറിയാം നിങ്ങൾ? നാഷണൽ ജോഗ്രഫിക് ചാനൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ ആ ദൃശ്യം പകർത്തിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അറ്റാക്കാമ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നിറച്ചും പൂക്കളായിരുന്നു. അതിൽ ഈ അറ്റാക്കാമയിൽ പെയ്ത മഴ പോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പെയ്യുന്ന ചില വാക്കുകൾ എന്ന് പറയുന്നത്. ആ മനുഷ്യനിങ്ങനെ പൂക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ വാക്കുകളെ ഇങ്ങനെ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുക. പുസ്തകങ്ങളുടെ മുന്നിൽ നിരന്തരമായി സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു വിദ്യാർത്ഥി കാലത്ത് ഒരാൾ വായിക്കുന്നത്, ഒരാൾ കേൾക്കുന്നത് അയാളുടെ ജീവിതത്തെ തന്നെ ആകെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിദ്യാർത്ഥി കാലത്ത് നിങ്ങൾ എന്താണ് വായിക്കുന്നത് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെയൊക്കെ സ്വാധീനിക്കും. എൻ്റെ സംഭവം പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുക. നിങ്ങൾ പാപ്പിലോൻ നെരൂദയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേൾക്കേണ്ട പ്രായമാണ്. അങ്ങനത്തെ കവിയാണ്. അപ്പം അദ്ദേഹം ഒരു വിപ്ലവ കവിയൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട് ചിലിയാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ ചിലിയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ദേശം. ആ ചിലിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം കുറച്ചു കാലം താമസിച്ചത് ഇറ്റലിയിലൊരു ദ്വീപിലായിരുന്നു. ഇദ്ദേഹം ഇറ്റലിയിലെ ദ്വീപിലാണ് താമസം എന്ന് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അറിയാൻ തുടങ്ങി. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ട്. അങ്ങനെ അവർ ഇദ്ദേഹത്തിൻ്റെ ഈ അഡ്രസ്സിലേക്ക് ഒരുപാട് സമ്മാനങ്ങളും കത്തുകളൊക്കെ അയക്കാൻ തുടങ്ങി. ആ ചെറിയ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് നിറയെ ഇദ്ദേഹത്തിനുള്ള സമ്മാനങ്ങളും കത്തുകളൊക്കെ ആകാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കത്തുകളും സമ്മാനങ്ങളും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കി. ഒരു വലിയ കുന്നിലാണ് അദ്ദേഹം താമസം. എഴുതാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഏകാന്തമായ സ്ഥലത്ത് താമസിക്കുക. ഒരു മീൻപിടുത്തക്കാരനാണ് ഈ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് ആകെയുള്ള ജോലി നെരൂദയുടെ കത്തുകൾ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം എല്ലാ ദിവസവും സൈക്കിള് ഉന്തി ആ കുന്നിൻ്റെ മുകളിലേക്ക് ചെല്ലും, കത്ത് സമ്മാനമൊക്കെ കൊടുക്കും, എന്നിട്ട് തിരിച്ചു വരും. കുറേ ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ആരാണ് നെരൂദ എന്നൊന്നും അറിയില്ല. ഒരു ദിവസം അദ്ദേഹം പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചു, ആരാണ് കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്നത്?
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അറിയില്ലേ, പാപ്പിലോ നെരൂദ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്, ഒരു ദിവസം ഒന്ന് പരിചയപ്പെട്ടുള്ളൂ. എനിക്ക് അറിയാൻ നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വായനശാലയിൽ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഉണ്ടെന്ന് പോയിട്ട് വായിച്ചു നോക്കും. ഇദ്ദേഹം നേരെ വായനശാലയിലേക്ക് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം അവിടെ നിന്ന് എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കവിതകൾ. പ്രണയവും വിപ്ലവവും ഒക്കെയാണ് കവിത നിറച്ചുള്ളത്. അദ്ദേഹത്തിന് വല്ലാത്ത ഇഷ്ടമായി. അദ്ദേഹം നെരുദയോട് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായി രണ്ടാളുകളും. അപ്പോൾ നെരുദയുടെ കവിതകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വേർഡുണ്ട്, മെറ്റാഫർ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. മെറ്റാഫർ എന്താണെന്നറിയാലോ അല്ലേ? ഉപമ എന്നൊക്കെ പറയുന്നത് ഭാര്യയും ഭർത്താവും വസ്ത്രങ്ങൾ പോലെയാണെന്ന് പറഞ്ഞില്ലേ ഖുർആൻ. പുന്ന ലിബാസുൽ ലക്കും എന്നൊക്കെ പറയും. ആ ലിബാസ് എന്നുള്ള പ്രയോഗമാണ് എന്ത്? മെറ്റാഫർ. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല, എന്താണ് ഈ മെറ്റാഫർ. അപ്പോൾ അദ്ദേഹം നെരൂദയോട് തന്നെ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ പറയണേ, ഈ മെറ്റാഫർ എന്താണ്? അപ്പം നെരൂദ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാവുന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്ത്, ഒരു കാര്യം ഇങ്ങനെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇയാൾക്കൊന്നും മനസ്സിലായില്ല. നല്ല ചങ്ങാതിമാരായ സമയത്ത് നെരൂദ എഴുതിയൊരു പുതിയ കവിത പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കടൽക്കരയിലിരുന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ വായിച്ചു കൊടുക്കും. നമ്മുടെ സാധനം എഴുതിയാലൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കൊക്കെ അയച്ചു കൊടുക്കും. എന്നിട്ട് അവരൊന്ന് വായിച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരുത്തുകയൊക്കെ ചെയ്യാമല്ലോ. അതുപോലെ ഒന്ന് വായിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. ഇയാളതിലാകെ ഇങ്ങനെ സ്തംഭിച്ചു പോയി. നെരുദയുടെ കവിതയുടെ വായനക്കൊരു പ്രത്യേകത ഉണ്ട് അത്ര, ഇങ്ങനെ വല്ലാത്തൊരു ഗാംഭീര്യം. നമ്മുടെ ചുള്ളിക്കാടൊക്കെ കവിത വായിക്കുന്ന പോലെയാണ്. അപ്പോൾ ആ വായനയുടെ ഒരു രസവും അതിൻ്റെ ആശയങ്ങളുടെ രസവും ഒക്കെ കണ്ട് ഇയാളതിലിങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നെരുദ ചോദിച്ചു, എൻ്റെ കവിത ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അത് കേട്ടപ്പോഴേ ഞാൻ ഈ തിരമാലകളുടെ ഇടയിൽപ്പെട്ട ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെയായി മാറി. കടലിൻ്റെ കരയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞതാ, തിരമാലയുടെ ഇടയിൽപ്പെട്ട ഒരു മത്സ്യക്കുഞ്ഞിനെ പോലെ. അപ്പോൾ നെരുദ ചോദിച്ചു, നിങ്ങളെന്താ പറഞ്ഞ്? അയാൾ ഒന്നുകൂടെ ആവർത്തിച്ചു. അപ്പോൾ നെരുദ പറഞ്ഞു, ഇത് കവിതയാണ്. നിങ്ങൾ എന്നോട് ഒരു ദിവസം ചോദിച്ചില്ല എന്താണ് മെറ്റാഫർ എന്ന്. നിങ്ങളിപ്പോൾ പറഞ്ഞതിൻ്റെ സ്പേരാണ് മെറ്റാഫർ എന്ന്. നിങ്ങൾ കവിത എഴുതണമെന്ന് പറഞ്ഞു. അയാൾ കവിത എഴുതാൻ തുടങ്ങി. അയാളെ കവിതകളൊക്കെ അയാളുടെ ഒരു പ്രിയപ്പെട്ടവളുണ്ട്, അവൾക്ക് കാണിച്ചു കൊടുക്കും, ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അയാൾ അറിയപ്പെട്ടൊരു കവിയായി മാറി. നെരുദ അവിടെ നിന്ന് പോയി. കുറേ കാലം കഴിഞ്ഞിട്ട് നെരുദ ഇദ്ദേഹത്തെ അന്വേഷിച്ചു വീണ്ടും ഇറ്റലിയിൽ വന്നു. അപ്പോഴേക്കും ഇയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഇതിൽ മരിച്ചത് എങ്ങനെയാണെന്നറിയാം. നെരുദയുടെ വിപ്ലവാശയങ്ങളിൽപ്പെട്ട് അദ്ദേഹം ഒരു വിപ്ലവകാരിയായി, തൊഴിലാളി നേതാവായി, റോമിൽ വെച്ച് നടന്ന ഒരു തൊഴിലാളി സമരത്തിൽ വെച്ച് ഒരു സംഘർഷത്തിൽപ്പെട്ടാണ് ഇയാൾ മരിച്ചുപോയത്. അങ്ങനെ നെരുദ ഇയാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴേ ഒരു കുട്ടി പുറത്തേക്ക് ഓടി പോകുന്നുണ്ട്. ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, നെരുദ നെരുദ നെരുദ. ഒരു കവിയോടുള്ള ബന്ധമുണ്ടല്ലോ, ഒരാളെ കവിയാക്കി മാറ്റുകയാണ്. ആ കവിയുടെ വിപ്ലവാശയങ്ങളോടുള്ള ബന്ധം ഒരാളെ വിപ്ലവകാരിയാക്കി മാറ്റുകയാണ്. അതിൻ്റെ മാർഗത്തിൽ അയാൾ മരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിന് ആ കവിയുടെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരും ലോകം കണ്ട വലിയ ദാർശനികന്മാരും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹവാസം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ലോകം കണ്ട വലിയ ദാർശനികരും എഴുത്തുകാരും ഒക്കെ എവിടെയാണെന്നറിയാം? ലൈബ്രറി. വായിക്കുക. വായനയിലൂടെ സ്വയം ആർജിക്കുന്ന അറിവിൻ്റെ ഇന്ധനം കൊണ്ട് ഈ ലോകത്തിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യുക. മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരി വിടരാൻ നിങ്ങളൊരു കാരണമാവുക. മനുഷ്യന് വേണ്ടി എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ അതിശയത്തെ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു നിലാവാകും. ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു നിലാവാകും. ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ സംഗീതമാകും. മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും. മനസ്സ് ആകാശക്കുടയാകും. നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയും. താങ്ക് യു. അസ്സലാമു അലൈക്കും.